നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലങ്ങൾ പുറത്തുവരാൻ കൃത്യം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ചൂട് ശക്തമായി തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിൽ എല്ലാ മന്ത്രിമാർക്കും ഭാവിക്കായി ആശംസകൾ നേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മറുവശത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് UDF പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്ന് അവകാശപ്പെടുകയാണ്. ഇതോടെ നാളെയുണ്ടാകുന്ന വോട്ടെണ്ണൽ അതീവ ആവേശകരമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ആന്തരിക ഭിന്നതകൾ തുറന്ന നിലയിലായി. മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പൊതുവേദിയിൽ VD സതീശനെ പിന്തുണച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ സജീവമായി രംഗത്തിറങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പുതന്നെ മുന്നണിയിൽ സമ്മർദ്ദാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ 4 ജില്ലകൾക്കായി ശക്തമായ മഴയ്ക്ക് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. വരുന്ന മെയ് മാസം 8-ാം തീയതി വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച കൊല്ലം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മിതമായതിൽ നിന്ന് ശക്തമായതുമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മത്സ്യത്തൊഴിലാളികളും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഉപഭോക്താക്കൾക്ക് ചെറിയ ആശ്വാസമായി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടം മൂലം സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. കൊച്ചി, തിരുവനന്തപുരം വിപണികളിൽ 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില കഴിഞ്ഞ ദിവസത്തെ നിലയിൽ തന്നെ തുടരുകയാണ്. വിവാഹ സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണ ജനങ്ങൾ. തിങ്കളാഴ്ച മെയ് മാസം 4-ാം തീയതി നടക്കുന്ന വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകമാനം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ ആകെ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 15,000-ലധികം ജീവനക്കാർ EVM മെഷീനുകളും തപാൽ വോട്ടുകളും എണ്ണുന്നതിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് പുറത്തു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ടെന്നും വിജയഘോഷയാത്രകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ശനിയാഴ്ച പരമാവധി താപനില 38 ഡിഗ്രി സെൽഷ്യസായി രേഖപ്പെടുത്തി. ഇത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്ന പ്രവചനത്തോടെ കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ജില്ലയിലും താപനില ഏകദേശം 37.9 ഡിഗ്രി സെൽഷ്യസിനടുത്ത് തുടരുകയായിരുന്നു. ഉച്ചസമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശത്തിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും മതിയായ വെള്ളം കുടിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണിക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിശ്വാസ്യതയുടെ നിർണായക പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വീണ്ടും പരാജയപ്പെട്ടാൽ ഇടതുമുന്നണിയിലെ പാർട്ടിയുടെ നിലപാട് ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മുൻപ് UDF വിട്ട് LDFൽ ചേർന്ന തീരുമാനം വലിയ ചർച്ചയായിരുന്നുവെന്നും ഇപ്പോഴത്തെ ഫലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുമെന്നും നിരീക്ഷകർ പറയുന്നു. വോട്ടെണ്ണലിന് മുമ്പ് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കി. ഭൂരിഭാഗം സർവേകളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന് മുൻതൂക്കം കാണിച്ചിരിക്കുകയാണ്. ചില സർവേകൾ LDFും UDFും തമ്മിൽ കടുത്ത പോരാട്ടമുണ്ടാകുമെന്ന പ്രവചനവും മുന്നോട്ടുവയ്ക്കുന്നു. BJP നേതൃത്വത്തിലുള്ള NDAയും ചില സീറ്റുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇതോടെ സംസ്ഥാനത്ത് ത്രികോണ മത്സരം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷത്തിനായുള്ള പാഠപുസ്തക വിതരണം ആരംഭിച്ചു. ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പായി എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഈ വർഷം ഡിജിറ്റൽ പഠന സാമഗ്രികൾക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ദൂരദേശങ്ങളിലും മലനിര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകൾക്ക് മുൻഗണന നൽകി പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കടൽനിരപ്പ് ഉയരുകയും കടൽക്ഷോഭം ശക്തമാകുകയും ചെയ്തതോടെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലാണ്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ചില ഗ്രാമങ്ങളിൽ കടൽവെള്ളം വീടുകളുടെ അടുക്കൽ വരെ എത്തുന്ന സാഹചര്യമുണ്ടായി. പ്രാദേശിക ഭരണകൂടങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി നിലനിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റമാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൊച്ചിയിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി പുതിയ പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ കൃത്രിമ ബുദ്ധിയിലുള്ള ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാനാണ് തീരുമാനം. കൂടാതെ മെട്രോ റെയിൽ വികസന പ്രവർത്തനങ്ങൾക്കും വേഗം കൂട്ടിയിട്ടുണ്ട്. ഇതിലൂടെ യാത്രാസമയം കുറയ്ക്കാനും ഗതാഗത തടസ്സങ്ങൾ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കേരള
കേരളത്തിലെ കൃഷിമേഖലയ്ക്ക് ഈ വർഷം മൺസൂൺ മഴയുടെ കുറവും കടുത്ത ചൂടും മൂലം വലിയ നഷ്ടമാണ് നേരിട്ടത്. പ്രത്യേകിച്ച് കുരുമുളക്, ഏലം കൃഷി ചെയ്യുന്ന കർഷകർ ഗുരുതര പ്രതിസന്ധിയിലാണ്. ബാധിതരായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക ജലസേചന രീതികൾ സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരമൊരു സാഹചര്യം ഭാവിയിൽ മറികടക്കാനാകൂവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. മഴക്കാലം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മഴവെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിൽ കൊതുകുകളുടെ വളർച്ച കൂടുന്നതോടെ രോഗവ്യാപന സാധ്യത ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും മാലിന്യ സംസ്കരണവും വെള്ളനീക്കവും കാര്യക്ഷമമാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ പ്രത്യേക വാർഡുകളും മരുന്നുകളുടെ മതിയായ ശേഖരവും ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ടെർമിനൽ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. സ്വകാര്യവൽക്കരണത്തിന് ശേഷം വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വൻ മാറ്റങ്ങളാണ് നടപ്പാക്കുന്നത്. പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് കൂടുതൽ സൌകര്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷാവസാനത്തോടെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം 20% വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ മാസപൂജയ്ക്കായി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യവും ഉറപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കടുത്ത ചൂട് കണക്കിലെടുത്ത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ കുടിവെള്ളവും വിശ്രമ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിനായി ഭക്തർ നിർബന്ധമായും വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്കിംഗ് നടത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വയനാട്ടിലെ വനപ്രദേശങ്ങളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 21 മണിക്കൂറിനിടെ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. വനവകുപ്പ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്ന് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. ആനകളെ കാടിനുള്ളിലേക്ക് തിരികെ നയിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ സബ്സിഡി പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു. വനിതാ സംരംഭകർക്കും സാങ്കേതിക നവീകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾക്കും പ്രത്യേക മുൻഗണന നൽകുമെന്ന് IT വകുപ്പ് അറിയിച്ചു. കൊച്ചി, കോഴിക്കോട് സൈബർ പാർക്കുകളിൽ പുതിയ ഓഫീസിടങ്ങൾ അനുവദിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കഴിവുള്ള യുവാക്കളുടെ കുടിയേറ്റം തടയുകയും കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന സാങ്കേതിക കേന്ദ്രമാക്കുകയുമാണ് ലക്ഷ്യം. ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സിൽ ഹൌസ് ബോട്ട് ടൂറിസം വീണ്ടും സജീവമാകുകയാണ്. വേനൽക്കാല അവധിയുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരവും വിദേശവുമായ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. എന്നാൽ ജലമലിനീകരണം തടയുന്നതിനായി കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ ബോട്ട് ഓപ്പറേറ്റർമാർക്കും മാലിന്യ ശുദ്ധീകരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കി. ഈ വർഷം റെക്കോർഡ് എണ്ണം വിദേശ സഞ്ചാരികൾ എത്തുമെന്നാണ് ടൂറിസം മേഖലയിലെ പ്രതീക്ഷ. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് ഓപ്പറേഷൻ കവച് ആരംഭിച്ചു. ഓൺലൈൻ തട്ടിപ്പുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പൊതുജന ബോധവൽക്കരണത്തിനായി ജില്ലാതല സെമിനാറുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ കോളുകളോ ലിങ്കുകളോ ലഭിച്ചാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തിറക്കിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി പുതിയ പദ്ധതി തയ്യാറാക്കി. ടൂറിസം വകുപ്പും പുരാവസ്തു വകുപ്പും ചേർന്ന് പഴയ കെട്ടിടങ്ങളും കോട്ടകളും പുനരുദ്ധരിക്കും. നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ഹെറിറ്റേജ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രാദേശിക ജനങ്ങളെയും പദ്ധതികളിൽ പങ്കാളികളാക്കുമെന്ന് അധികൃതർ അറിയിച്ചു.